ഞാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ദൗർഭാഗ്യം കൊണ്ട് ഹിന്ദുവായി പിറന്നേ ഉള്ളൂ, കഴുതയെന്ന് വിളിച്ചാലും ഹിന്ദു എന്ന് വിളിക്കരുതേ എന്നു പറഞ്ഞ ആശയഗതിക്കാരുടെ കയ്യിലേക്ക് ഭരണമെത്തി. സ്വാഭാവികമായിട്ടും അവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്ന സോഷ്യലിസം, കമ്മ്യൂണിസം, ഈ പാശ്ചാത്യമായ മതേതര സങ്കല്പം. ഈ മതേതരത്വം എന്ന് പറയുന്നത് തന്നെ ശുദ്ധമേ ക്രൈസ്തവമായ ഒരു അബ്രഹാമിക് കൺസെപ്റ്റാണത്. അല്ലെങ്കിൽ ക്രൈസ്തവമായ മധ്യകാലത്ത് ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഉള്ളിലുണ്ടായ കോയ്മ തർക്കാണത്. പോപ്പാണോ കേമൻ, രാജാവാണോ കേമൻ എന്നുള്ള തർക്കമാണ്. അതിനാണ് സെക്കുലറിസം എന്നുള്ളൊരു പദം ഉപയോഗിച്ചുകൊണ്ട് പോപ്പ് മതകാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, രാജ്യകാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം, അതാണ് സെക്കുലറിസം. അപ്പോൾ ആദ്യവും അവസാനവും ക്രൈസ്തവമായ ഒരു സങ്കല്പത്തെ ഭാരതത്തിന്റെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അന്നു മുതലേ ആരംഭിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പരിശ്രമം ഉണ്ടായി സെക്കുലറിസം അന്ന് തന്നെ പ്രിയാമ്പിളിൽ എത്തിക്കാൻ. പക്ഷെ അപ്പോഴും അവശേഷിച്ചിരുന്ന ഒരു ദേശീയ ബോധമുള്ള ആളുകളുടെ ശക്തി കൊണ്ട് അതിനെ തടയുകയാണ് ചെയ്തത്. അംബേദ്കറൊക്കെ, ബാബാ സാഹേബ് അംബേദ്കർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, കെ മുൻഷിയപ്പുള്ള ആൾക്കാരൊക്കെ ശക്തമായ എതിർത്തുണ്ട്. ഭാരതം സർവധർമ്മ സമഭാവനയുടെ ഭൂമിയാണ്. അവിടെ പ്രത്യേകമായി ഇത്തരം ഒരു പ്രത്യയശാസ്ത്രവുമായി ബന്ധമുള്ള സോഷ്യലിസത്തെ ശക്തമായി എതിർത്തുകൊണ്ട് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞത് അതൊരു പ്രത്യയശാസ്ത്രമാണ്, ഒരു ഐഡിയോളജിയാണ്. ഇത് വരുംകാല തലമുറയുടെ മേലെ അടിച്ചേൽപ്പിക്കാനല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നാളെ എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം വരുന്ന തലമുറയ്ക്ക് കൊടുക്കൂ, നമ്മൾ ഇപ്പോഴേ അടിച്ചേൽപ്പിക്കും. ഇതാണ് പറഞ്ഞത്. ആ ബോധ്യം ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു അന്ന്.